ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കറ്റാർ വാഴ, അതായത് ആലോവേറ ലീഫ്, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കറ്റാർ വാഴ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ലൊരു നേച്ചറിൽ നിന്ന് നല്ലൊരു ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് മുടി സംരക്ഷണത്തിനും പിന്നെ ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ യൂസ്ഫുള്ളാണ്. അപ്പം കറ്റാർ വാഴ ആകുമ്പോൾ ചിലർക്ക് അത് സൂട്ടാവാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഡ്രൈ ഫ്രീസി ഹെയർ ഉള്ളവർക്ക് ഇത് നല്ല ഉപകാരമാണ്. അപ്പോൾ ആലോവേറ ജെല്ല് എപ്പോഴും മുഖത്ത് തടവുന്നതുകൊണ്ട് ഓപ്പൺ പോർസ്, പിന്നെ വേണ്ടാത്ത ഈ ബ്ലാക്ക് ഹെഡ്സ് ആവട്ടെ, വൈറ്റ് ഹെഡ്സ് ആവട്ടെ, ഈ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുമല്ലോ, പിന്നെ ഡാർക്ക് സർക്കിൾസ്, ചിലർക്ക് റിങ്കിൾസ്, ഇങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഉൾപ്പെടുത്തിയ നല്ലോണം ആരോഗ്യത്തോടെ മുടി വളരാനും പിന്നെ ചർമ്മ സംരക്ഷണം, നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് നന്നായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഇത് ബ്യൂട്ടി പ്രോഡക്ട്സിൽ ചിലവാക്കുന്നതിനേക്കാളും ഇത് ആലോവേറ ജെൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയാൽ തന്നെ നമ്മളുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു 90% വരെ കുറയ്ക്കാവുന്നതാണ്. അതായത് അതിലുള്ള ഒരു ജെൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത് നല്ല സോഫ്റ്റാക്കും ചർമ്മത്തിന്. പിന്നെ അതൊരു ജ്യൂസി കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വഴുവഴുപ്പ് എന്ന് പറയില്ല, അങ്ങനെ സ്റ്റിക്കി കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർമ്മത്തിന് വേഗം അബ്സോർബ് ആവാനും ഇത് സഹായകരമാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അതൊരു ഗ്ലോയിങ് സ്കിന്നായിട്ടും മുഖത്തൊന്നും ഇൻഫെക്ഷൻ ആവാതിരിക്കാനും ഇത് നല്ലൊരു കോട്ടിംഗ് പോലെ ഇത് ഞങ്ങളുടെ ചർമ്മത്തിന് ഇത് ഒരു കോട്ടിംഗ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇത് ശീലമാക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണ, കറ്റാർ വാഴ എണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെ ചിലർക്കും ഇച്ചിനെസ് ആവാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് കറ്റാർ വാഴ ആവാം, ഉള്ളി നീര് ചിലവർക്ക്, അതായത് ഓണിയൻ ജ്യൂസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാച്ച് ആവാതെ ഇരിക്കാൻ ഒരു ഇച്ചിനെസ് ഫീൽ ചെയ്താൽ തന്നെ നിങ്ങൾ പാടെ അത് ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ വേറെ പലതരത്തിൽ നമുക്ക് ഹെയർ കെയർ ചെയ്തെടുക്കാമല്ലോ. അതായത് ഭൃംഗരാജ് ഉപയോഗിക്കാം, അതായത് പിന്നെ മുരിങ്ങ ഇല ഉപയോഗിക്കാം, ഇങ്ങനെ കറിവേപ്പില, സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ കിട്ടാവുന്നതാണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില വെച്ചിട്ട് ഇങ്ങനെ ഇത് ഹെയർ പാക്ക് തയ്യാറാക്കുക, ഇല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള മുടി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇത് കറി ലീഫ് എന്ന് പറയുമ്പോൾ കറിവേപ്പില നമ്മളുടെ ഡൈജഷൻ സിസ്റ്റമും നന്നാക്കാനും പിന്നെ ആരോഗ്യത്തോടെ വേണ്ടാത്ത വേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് കളയാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇത് കറിവേപ്പിലയുടെ ഒരു ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നല്ല ഒരു ഇത് ആരോഗ്യം എന്ന് പറയുന്നത് മെച്ചപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ പ്രഗ്നൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ ഫുഡ്, പിന്നെ എന്തൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ ഒന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ നിർദ്ദേശം പ്രകാരം തന്നെ ഫോളോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ കറ്റാർ വാഴയെ കുറിച്ച് പറയുമ്പോൾ
ചില ഹെയർ പാക്കുകളും അത് ഉപയോഗിക്കുമ്പോൾ കണ്ണിലൊന്നും പെടാതെ നോക്കണം. കണ്ണിൽ പെട്ടാൽ തന്നെ അത് കഴുകിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണ്ണിലൊരു ഇച്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും ആവട്ടെ മെല്ലെ അതൊന്ന് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസിന് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഐ ലാഷസ് ഇങ്ങനെ താഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്കിന്നിൻ്റെ അവിടെ മാത്രം ഇന്നിങ്ങനെ തടവി കൊടുക്കുന്നത് നല്ലതാണ്. ജെല്ല് ഡെയിലി രാത്രി ഒരു 5-10 മിനിറ്റോളം ഒന്നിങ്ങനെ മസാജ് ചെയ്താൽ തന്നെ അതൊരു 21 ദിവസം ഇല്ലെങ്കിൽ ഒരു 3 മാസം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ മുഖത്തിലത്തെ വേണ്ടാത്ത ഒരു പാടുകളൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. കറ്റാർവാഴ ആലോവേറ ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തതാണ്. പിന്നെ കറ്റാർവാഴ കഴിക്കാനും അത് പറയും. അത് ജ്യൂസായിട്ടും കിട്ടും. ജ്യൂസായിട്ടും കൺസംഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള മുടി, പിന്നെ അകത്തിലത്തെ ഒരു വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ നെല്ലിക്ക പോലെ തന്നെയാണ് ഈ ആലോവേറ ജെല്ലിൻ്റെ ഗുണങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നല്ല കറുത്തതോടെ നല്ല മുടി വളരാനും തിക്നെസ് നന്നായി തരുന്നതാണ് ഈ കറ്റാർവാഴയുടെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ, ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ ആദ്യം ഉപയോഗിച്ച് നോക്കുക. ഫസ്റ്റ് ടൈം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ വല്ല ഇച്ചിനെസ് ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്തേണ്ടത് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് സെറ്റാവുന്നോ അത് തിരഞ്ഞെടുക്കുക. അതായത് എക്സാമ്പിൾ ഉലുവ, അതായത് ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറയുമല്ലോ അത്, ഇല്ലെങ്കിൽ കരിഞ്ജീരകം അത്, ബ്ലാക്ക് സെസനെ സീഡ്സ് എന്ന് പറയും അത്. പിന്നെ വീട്ടിൽ കിട്ടാവുന്നത് തന്നെയാണ്. അതായത് ഗാർലിക്ക് ഓയിലായിട്ട് ഉപയോഗിക്കാവും. ഗാർലിക്ക് അതായത് വെളുത്തുള്ളി അത് ഓയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടും സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കില്ല, അങ്ങനത്തെ പോലെ തന്നെയാണ് ഇത്. ഗാർലിക്ക് എണ്ണ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്. പിന്നെ ജിഞ്ചർ ഓയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ജിഞ്ചറിൻ്റെ ഹെയർ പാക്കും അങ്ങനെ തന്നെയാണ്. അത് നീരെടുത്തിട്ട് മെല്ലെ അതൊരു ആഴ്ചയിലൊരിക്കൽ ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രമേ ജിഞ്ചർ പാക്കുകൾ, ജിഞ്ചർ ഹെയർ ഓയിലായിട്ട് ഉപയോഗിച്ചാലും മതിയാവും. ഇച്ചി സ്കാൽപ്പ് ഉണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഹെർബൽ ഐറ്റംസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ചിലർക്ക് ഈ ചെമ്പരത്തി ഇല ഒത്തുചേർന്ന് വരില്ല, മാച്ച് ആവത്തില്ല. അപ്പോൾ അവർ വേറെ ഒന്ന് മാറ്റി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കറ്റാർവാഴ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇത് സ്കിന്നൊക്കെ ഒന്ന് നന്നായി ഗ്ലോയിങ് ആക്കാനും പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഫുഡിൽ കൺസ്യൂം ചെയ്യുമ്പോഴും ഡേ ടു ഡേ ഹെയർ കെയർ, സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇനിയും കുറേ ഹെയർ ടിപ്സും സ്കിൻ ടിപ്സും ഫാഷൻ ടിപ്സും പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.